ദൈവം യോസേപ്പിനെ നോക്കിയപ്പോൾ യോസേപ്പ് വിശ്വസ്തനാണ്. ഇന്ന് പകൽ ദൈവ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രതികൂലത്തിന്റെ ജീവിത വഴിയിൽ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നവരെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരുടെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. യോസേപ്പ് പറഞ്ഞത് എന്താണ്? ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. ഞാനൊരു ചോദ്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടായ വിഷമങ്ങൾ, നിങ്ങൾക്കുണ്ടായ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൽ നിങ്ങൾ വിശ്വസ്തർ ആയിരുന്നോ അല്ലയോ? യോസേപ്പ് പറഞ്ഞു ദൈവമാണ് എന്നെ അയച്ചത്. ഈ സഹോദരങ്ങൾ വന്ന് പറഞ്ഞു നോ. വേണമെങ്കിൽ യോസേപ്പിന് പറയാമായിരുന്നു, നിങ്ങൾ കാരണമാണ് എന്നെ വിറ്റത്, നിങ്ങൾ കാരണമാണ് എന്നെ ഈ പൊട്ടക്കുഴിക്കകത്ത് വലിച്ചെറിഞ്ഞത്, നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. യോസേപ്പിന് തന്റെ സഹോദരങ്ങൾക്ക് വിരോധമായി പറയാമായിരുന്നു. അതല്ല, യോസേപ്പിന് വേണമെങ്കിൽ പറയാമായിരുന്നു, ദൈവമേ സ്വപ്നങ്ങൾ നീ എന്നെ കാണിപ്പിച്ചു, അതിന് വ്യാഖ്യാനിക്കാനുള്ള കൃപ നീ തന്നു. പക്ഷേ ദൈവമേ എന്ന് വിളിക്കുന്ന എനിക്ക് ലഭിച്ചത്, ഞാൻ അനുഭവിച്ചത് ഒത്തിരി വേദനകളായിരുന്നു. തന്റെ സഹോദരങ്ങള് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. യോസേപ്പിന് വേണമെങ്കിൽ ദൈവത്തിന് വിരോധമായി സംസാരിക്കാമായിരുന്നു. യോസേപ്പ്, ദൈവം അവനെ തെരഞ്ഞെടുത്തവനാണ്. യോസേപ്പിനോട് കൂടെ ദൈവമുണ്ട്. ആ ബോധ്യം യോസേപ്പിനുണ്ട്. യോസേപ്പ് തന്റെ സഹോദരങ്ങൾക്ക് വിരോധമായി പറഞ്ഞില്ല. യോസേപ്പ് തന്റെ ദൈവത്തിന് വിരോധമായി പറഞ്ഞില്ല. യോസേപ്പ് പറഞ്ഞു, യെസ്, നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ അയച്ചതാണ്. അർത്ഥം, എന്റെ പ്രതികൂലത്തിൽ ദൈവം എന്റെ വാഗ്ദത്ത നിവർത്തിയിലേക്കുള്ള വഴി ഒരുക്കിയതാണ്. ദൈവം യോസേപ്പിനെ നോക്കിയപ്പോൾ യോസേപ്പ് വിശ്വസ്തനാണ്. ഇന്ന് പകൽ ദൈവ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രതികൂലത്തിന്റെ ജീവിത വഴിയിൽ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നവരെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരുടെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് ആവശ്യം വിശ്വസ്തതയാണ്. ദൈവം തന്റെ ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ വിശ്വസ്തന്മാരെയാണ്. എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ റീസ്റ്റോർ ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് വിരോധമായ നിമിഷങ്ങൾ ആമേൻ ദൈവസന്നിധിയിൽ നെടുമ്പാടെ വീണ് ദൈവസന്നിധിയിൽ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ദൈവവുമായിട്ടുള്ള ഉറ്റബന്ധത്തിൽ നീ തുടരാമെങ്കിൽ വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകാൻ പോകുകയാണ്. യെസ്, അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നടക്കുന്നവന് ദൈവം ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും ജീവരക്ഷക്കായിട്ട് നിന്നെ ദൈവം ഉപയോഗിക്കും. കാര്യം, കാൽവരിയിൽ ചിന്തിയ രക്തം നിന്റെ പാപങ്ങളിൽ നിന്ന് നിന്നെ വിടുവിച്ചതുപോലെ ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ അവൻ തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ ദൈവം നിന്നെ മുഖാന്തരമാക്കി ഒരുക്കാൻ പോകുകയാണ്. ദൈവത്തിന് വിരോധമാകല്ലേ, മറ്റുള്ളവരെ പഴിക്കല്ലേ. സ്വർഗം നിന്നെ വാഗ്ദത്തത്തിലേക്ക് നടത്തുന്ന വഴിയാണ് നിന്റെ താഴ്ചയുടെ സമയം.
ഹല്ലേലൂയ. വാഗ്ദത്തത്തിന്റെ നിവർത്തിയിലേക്ക് നടക്കുന്ന വഴി അനുകൂലമല്ല, അനുഗ്രഹമാകണമെന്നില്ല. വഴികൾ ദുർഘടമാകാം, ജീവിതം പ്രയാസകരമാകാം. ആ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. കുശവനാണെങ്കിൽ ആ മണ്ണിനെ ചക്രത്തിന്റെ മേൽ വെച്ച് കുശവൻ ഇഷ്ടമുള്ള പാത്രമാക്കി കുശവൻ അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന്റെ പ്രോസസ്സിംഗ് ഞാൻ ഒരിക്കൽ വിവരിച്ചതാണ്. ദൈവം യോസേപ്പിനെ നോക്കിയപ്പോൾ യോസേപ്പ് വിശ്വസ്തനാണ്. ഇന്ന് പകൽ ദൈവ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രതികൂലത്തിന്റെ ജീവിത വഴിയിൽ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നവരെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരുടെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്.